പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സർക്കാർ ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മലപ്പുറത്ത് ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 3.5 പതിറ്റാണ്ട് മുൻപ് രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ തങ്ങളെടുത്ത നിലപാട് എക്കാലത്തെയും ശ്രേഷ്ഠ മാതൃകയാണ്. ചരിത്ര വിദ്യാർത്ഥികൾ മാതൃകയാക്കുന്ന ജീവിത ഗ്രന്ഥമായി തങ്ങളോർമ്മകൾ നിലനിൽക്കും. ഏത് വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു തങ്ങളുടേത്. തങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് UDF സ്വീകരിച്ചത്. ഏതെങ്കിലും നേതാവ് വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചാൽ കേരളം അവർക്കൊപ്പം ഉണ്ടാകില്ല എന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞു. വർഗീയത പറയുന്നവരോട് ഒരു കോംപ്രമൈസും UDF-നുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തങ്ങളുടെ ആദർശവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഉറച്ച നിലപാട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്നാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും എടുക്കാത്ത അചഞ്ചലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ സ്വീകരിച്ചത്. വർഗീയത പറയുന്നവരോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള അതിശക്തമായ നിലപാട്. ഞങ്ങൾ കരുതിയത് കേരളം എന്ന് പറയുന്നത് സെക്കുലറാണ്. കേരളത്തിൽ കുറെ മത നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളെ കമ്മ്യൂണലാക്കാൻ, ജനങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അതിന് UDF-ന് ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സെക്കുലറാണ്, മതേതര നിലപാടുള്ളവരാണ് എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിച്ചത്. ഒരു കാലത്തും എടുക്കാത്ത നിലപാട്, ശക്തമായ നിലപാടെടുത്തു. ശിഹാബ് തങ്ങൾ എന്താണ്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിന് നല്ലതല്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയെയും ശിഹാബ് തങ്ങൾ തന്റെ ജീവിതകാലത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവരോടാണ് അദ്ദേഹം പലപ്പോഴും ഏറ്റുമുട്ടിയത്. പലപ്പോഴും അദ്ദേഹത്തോട് പിണങ്ങി പിരിഞ്ഞു പോയവര് അദ്ദേഹത്തിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ തീവ്രവാദം ശിഹാബ് തങ്ങൾക്കും മുസ്ലിം ലീഗിനും പോരാ എന്ന് പറഞ്ഞ് പിണങ്ങി പറഞ്ഞു പോയവരെ തോളത്ത് വെച്ച കുറെ ആളുകളാണ് നമ്മളെ മതേതരത്വം പഠിപ്പിക്കാൻ പിന്നീട് വന്നത്. ഇതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടവരാണ്, അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞവരാണ്. അതിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശിഹാബ് തങ്ങൾക്ക് ഉചിതമായ സ്മാരകം സർക്കാർ നിർമ്മിക്കുമെന്ന വി.ഡി. സതീശന്റെ പ്രഖ്യാപനം ഹർഷാരവത്തോടെയാണ് വേദിയിലുള്ള നേതാക്കളും സദസ്സും സ്വീകരിച്ചത്. ശിഹാബ് തങ്ങളുടെ പാരമ്പര്യം അത് നമുക്ക് ഉയർത്തിപ്പിടിക്കണം, ഒരു സംശയവും വേണ്ട. തീർച്ചയായും അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകമുണ്ടാകാൻ ഈ സർക്കാർ മുൻകൈയെടുക്കും. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സ്മാരകം, അദ്ദേഹം ഉയർത്തിവിട്ട ആശയം ഗൗരവതരമായി ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകാൻ സംഭാവനകൾ ചെയ്യുന്ന ഉചിതമായ സ്മാരകം, അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള ഉചിതമായ ഒരു സ്മാരകം കേരളത്തിൽ ഉണ്ടാകും എന്ന് സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചീഫ് പാട്രൺ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രിമാരായ AP അനിൽകുമാർ, KM ഷാജി, അഡ്വക്കേറ്റ് VA അബ്ദുൽ ഗഫൂർ, MLA-മാരായ കുറുക്കോളി മൊയ്തീൻ, PMA സമീർ, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, PK നവാസ്, TP അഷ്റഫ് അലി തുടങ്ങിയവരും ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, കുഞ്ഞിമോൻ കാക്കിയ, ഷാഫി ചാലിയം, ഡോക്ടർ P റഷീദ് അഹമ്മദ്, PV അഹമ്മദ് സാജു എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.